ഈ സോളോ ട്രാവലിന്റെ ട്രെൻഡ് ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് ഇൻ അവർ സൊസൈറ്റി അല്ലേ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇതൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നു. എന്നിട്ട് പോലും ഒരു തവണയെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാത്തവരോടാണ് അതൊന്ന് ഒറ്റ തവണയെങ്കിലും ട്രൈ ചെയ്യണേ. നമ്മുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് ഡെയിലി നമ്മൾ പോയി വരുന്ന വഴികളോ ഷോപ്സോ അങ്ങനെ ഒന്നും അല്ലാതെ ഇച്ചിരി ദൂരം എങ്ങോട്ടേലും തനിച്ചു പോകണം. ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയിരുന്നുകൊണ്ട് 24 കഴിയുന്നവരെ, അതായത് എന്റെ ഏജ് 24 കഴിയുന്നവരെ തനിച്ചായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കല്യാണം കഴിച്ചപ്പോഴത്തേക്കും ഞാനൊരു മടിച്ചേ. ആ ഒരു വേഷനിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഇനി അങ്ങനെ തിരിച്ചു വന്നാൽ ലൈഫ് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ. എന്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ട്രാവലിന്റെ പർപ്പസ് ഒന്നും നോക്കണ്ട. മേ ബി എന്തെങ്കിലും വലിയ കാര്യത്തിനോ ഓർ ചുമ്മാ ചെറിയ വല്ല കാര്യത്തിനോ ഒക്കെ ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. ബട്ട് തനിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ തവണ കിട്ടുന്ന എക്സ്പീരിയൻസും നമുക്ക് വലുതായിരിക്കും. ഇപ്പൊ ഞാനിതൊക്കെ എന്നാത്തിന് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നതെന്നല്ലേ. ഒരിടയ്ക്ക് ഞാൻ എറണാകുളം വരെ ഒന്ന് പോയായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി മെട്രോയിൽ ഒരു തവണ മാത്രമേ കയറിയിട്ടുള്ളൂ, അതും ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ആ ടൈമിൽ എന്റെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോണ്ട് ടിക്കറ്റ് എടുക്കാനോ എവിടെ നിന്ന് കയറണം എവിടെ ഇറങ്ങണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് ഇത്തവണ തനിച്ചു പോയതുകൊണ്ട് ഞാനതൊക്കെ പഠിച്ചു. ഈ ഡെയിലി മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊക്കെ പറയാൻ മാത്രം എന്നെ ഉള്ളതെന്ന് തോന്നുമായിരിക്കും. ബട്ട് ഈ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത ഇച്ചിരി പേരൊക്കെ കാണും എന്നെ പോലെ. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് ചുമ്മാ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങുക. അടിപൊളിയാന്നേ. അപ്പൊ ശരി, ബൈ.